ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുഴുവൻ സ്കാനിംഗ് കേന്ദ്രങ്ങളിലും സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന നടത്തും. പലയിടങ്ങളിലും ക്രമക്കേട് നടക്കുന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം. ആലപ്പുഴയിൽ 2 സ്കാനിംഗ് കേന്ദ്രങ്ങൾ ആരോഗ്യവകുപ്പ് പൂട്ടിയിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് മനീഷ് മഹിപാൽ ചേരുന്നു ഈ ബ്രേക്കിംഗുമായി ആലപ്പുഴയിൽ നിന്ന്. നമസ്കാരം മനീഷേ, പറയൂ. ആലപ്പുഴയിൽ ആരോഗ്യ വകുപ്പ് പ്രാഥമികമായി തന്നെ നടത്തിയ അന്വേഷണത്തിൽ 2 ലാബുകൾക്ക് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ട്. അവർ 2 വർഷത്തെ റെക്കോർഡുകളൊന്നും സൂക്ഷിക്കുന്നില്ല. ഒപ്പം തന്നെ ഒരേ റെക്കോർഡുകൾ റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ള ഡോക്ടർമാർക്ക് വ്യത്യസ്തമായ ഒപ്പുകളൊക്കെ തന്നെ തുടക്കത്തിലെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ ആരോപണം ഉണ്ടായ 2 ലാബുകളും 2 സ്കാനിംഗ് സെന്ററുകളും നിലവിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കൃത്രിമം മറ്റ് ലാബുകളിലും ഉണ്ടായേക്കാമോ എന്നുള്ള സംശയം സംസ്ഥാന സർക്കാരിന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ പറയുന്നത്. സംസ്ഥാനത്തെ പക്ഷേ ഇത്തരത്തിൽ കൃത്യതയോടുകൂടി എല്ലാ ലാബുകളും പ്രവർത്തിക്കുന്നു ഇല്ല എന്നുള്ളൊരു ആക്ഷേപം സർക്കാരിനില്ല. നല്ല രീതിയിൽ കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ലാബുകളുണ്ട്. പക്ഷേ ഇതല്ലാതെ പ്രവർത്തിക്കുന്ന ലാബുകളുണ്ട്. പ്രത്യേകിച്ചും ഒരു ഡോക്ടർക്ക്, ഒരു റേഡിയോളജിസ്റ്റിന് ഒരു മാസം കൊടുക്കുന്ന ശരാശരി ശമ്പളം 2.25 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം രൂപ വരെയാണ് ഒരു ലാബ് ഒരു റേഡിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ഒരു MRI സ്കാൻ ഉപകരണത്തിന് ഏകദേശം 6.5 കോടി രൂപയോളം വില വരും. അതുകൊണ്ട് തന്നെ ഇത്ര അധികം രൂപ ചെലവാക്കി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ബിസിനസ് നടത്തുമ്പോൾ കൃത്രിമം നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ സാധാരണഗതിയിൽ ഒരു മാസം ഡോക്ടർക്ക് 3 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടറെ ഒരു മാസത്തേക്ക് മുഴുവൻ വിളിക്കാതെ പകുതി മാസത്തേക്ക് വിളിച്ച ശേഷം ബാക്കി പകുതി ദിവസം ബാക്കി ടെക്നീഷ്യന്മാരെ കൊണ്ടുകൂടി ഈ സ്കാനിങ് ചെയ്യുന്ന രീതി പല സ്കാനിങ് സെന്ററുകൾക്കും ഉണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് പകുതി ശമ്പളം കൊടുത്താൽ മതി. ഒപ്പം തന്നെ ഈ റേഡിയോളജിസ്റ്റുകൾക്ക് ഒരു മാസം തന്നെ 2, 3, 4 സ്ഥാപനങ്ങളിൽ ഒരേ സമയം ജോലി ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള രീതി സംസ്ഥാനത്തുണ്ട് എന്നത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രേഖകൾ പരിശോധിക്കുക എന്ന ഒരു രീതിയിലേക്ക് പോയി. ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സ്കാനിംഗ് സെന്ററുകളിലും ഇത്തരത്തിലുള്ള പരിശോധനയുണ്ട്. പ്രധാനമായും നടക്കുന്ന സ്കാനിങ്ങുകൾ അതായത് അൾട്രാസൗണ്ടിന്റെ 2D, 3D, 4D ഒപ്പം തന്നെ MRI, CT സ്കാനുകളാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും സാധാരണയായി എല്ലാ ദിവസവും ഒരുപാട് സ്കാനുകൾ ലഭിക്കുന്നത് അൾട്രാസൗണ്ട് 2D സ്കാനിങ്ങുകളാണ്. ഈ അൾട്രാസൗണ്ട് 2D സ്കാനുകൾ പല സമയത്ത് ഒബ്സർവേഷൻ കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. അതായത് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒബ്സർവേഷനിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാതെ ഒരു ടെക്നീഷ്യൻ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ബോധ്യപ്പെടുകയില്ല. അത് അടിവരയിട്ട് കൊടുക്കുന്നതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു, അതിൽ അനാസ്ഥ ഉണ്ടാകുന്നു. അതിന്റെ ഒരു ഇരയാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഈ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് 9-ാം മാസം ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന്റെ ഒരു 4 ദിവസം മുൻപ് മാത്രമാണ് ആ കുഞ്ഞിന് ഇങ്ങനൊരു വൈകല്യം, അസാധാരണ വൈകല്യം, കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അസാധാരണ രൂപത്തിൽ പോലും ജനിക്കാൻ ഇടയാക്കിയത്. 5 മാസത്തിന് മുൻപ് വരെ ആ കുഞ്ഞിനെ വേണമെങ്കിൽ നിയമപരമായി അവർക്ക് അബോർട്ട് ചെയ്യാനുള്ള അവകാശം രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഇത്തരം ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഇത്തരം സ്കാനിംഗ് സെന്ററുകൾക്ക് പിഴവ് സംഭവിക്കുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാർ നിർദ്ദേശാനുസരണം ഈ ലാബുകളിൽ ഇങ്ങനെ പരിശോധന നടത്തി ക്രമക്കേടുകൾ നടത്തുന്ന ലാബുകൾക്ക് കണ്ടെത്തിയ ശേഷം പിന്നീട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒന്നും കൂടി അന്വേഷണം നടത്തി ആ ലാബുകളെ പൂട്ടിക്കാനുള്ള നടപടികൾ എന്താണെങ്കിലും ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലാബുകളിൽ ഉള്ള ആളുകൾ ഈ സ്കാനിംഗ് സെന്ററുകളിൽ ഇന്ന് മനസ്സിലാക്കിയതനുസരിച്ച് പല സ്ഥലങ്ങളിലും പഴയ റെക്കോർഡുകൾ അടക്കം സൂക്ഷിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകി. എന്തെങ്കിലും സ്കാനിംഗ് സെന്ററുകളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന നടത്തും എന്നുള്ള വാർത്തയാണ് വരുന്നത്. കാരണം ഇത്തരം ലാബുകൾ യോഗ്യതയില്ലാത്ത ആളുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങളില്ലാത്ത ലാബുകൾ കേരളത്തിലുടനീളം പ്രവർത്തിക്കുകയും ഇത്തരം ഫലങ്ങൾ ആളുകൾക്ക് നൽകി ജനങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്യുന്നുള്ള പരാതികൾ ഉയർന്നു സാഹചര്യത്തിലാണ് ഈ സ്കാനിംഗ് സെന്ററുകളിൽ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്.